ഗായ്സ് ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അക്കൗണ്ട് ഉണ്ട്, ജസ്റ്റ് കയറി കണ്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ അത് കണ്ട ശേഷം മാത്രം സെക്കൻഡ് വീഡിയോ കാണണം കേട്ടോ. കണ്ടില്ലേ ഗായ്സ്, നമ്മൾ ഫേസ് അങ്ങനെ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, സെയിം മെത്തേഡ് തന്നെ. പെൻസിൽ കൊണ്ട് മെല്ലെ ഷെയ്ഡ് ചെയ്തിട്ട് ഡാർക്ക് കൂടുതൽ വേണ്ട സ്ഥലത്ത് കൂട്ട് കൊടുക്കുക, കുറവ് വേണ്ടത് കുറവ് കൊടുക്കുക, എന്നിട്ട് അവസാനം നമ്മുടെ ബ്രഷും കൊണ്ട് നോക്കിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക. ഇത്രയുള്ള പരിപാടി. ഞാൻ വീഡിയോ കൂടുതൽ കാണിക്കുന്നില്ല, ടൈപ്പ് തന്നെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ നല്ല ഫേസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് വരയ്ക്കേണ്ടത് പല്ലും അതുപോലെ മുടി, മീശ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് വരച്ച് സെറ്റ് ചെയ്യാം. ഏകദേശം നമ്മൾ വരയ്ക്കാൻ പോകുന്ന പല്ലാട്ടോ. അപ്പോൾ പല്ല് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ആ പല്ലൊന്ന് തെളിയിച്ചെടുക്കുക. കാരണം പല്ലിൻ്റെ ആ ഡാർക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക, എവിടെയൊക്കെ ഡാർക്കുള്ളത്. ഇനി പല്ലിൻ്റെ ഷെയ്ഡിങ് കാര്യങ്ങളും ചെയ്തെടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്ന ഹെയർ ആണ്. അപ്പോൾ ഹെയർ വരയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാ വീഡിയോയും പറയുന്ന പോലെ തന്നെ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യാറ്. ആദ്യം ഒരു വൈറ്റ്, അതായത് തീർന്ന പേനയും കൊണ്ടോ നമ്മൾ വരയ്ക്കുക. തീർന്ന പേന എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വരച്ച് ഹൈലൈറ്റ് ആയ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്തൂടെ HB അല്ലെങ്കിൽ 2B ലൈറ്റ് പെൻസിലൊന്ന് ഷെയ്ഡ് ചെയ്യുക. ഡാർക്ക് പേന കൂട്ടി ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത വരയ്ക്കാൻ പോകുന്ന താടിയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ താടി വരയ്ക്കാൻ പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യണം ആദ്യം. അതായത് നമ്മുടെ തീർന്ന പേന എടുത്തിട്ട് ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് താടിൻ്റെ ഷേപ്പ് ഒരു ഇങ്ങനത്തെ ഷേപ്പാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് താടി വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ തീർന്ന പേനയും കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ കട്ടിക്കാക്കി വരയ്ക്കുന്നത്. അപ്പോൾ അത് ആകെ കണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ആദ്യം ലൈറ്റായിട്ട് കൊടുക്കുക, പിന്നെ ഡാർക്ക് കൂട്ടി കൊടുക്കുക. ഞാൻ വീഡിയോ കൂടുതൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കാണിക്കാതെ. നമുക്ക് ഏറെക്കുറെ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ട് ഇരിക്കുന്നു. വേറൊന്നുമില്ല, നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്നതിനകത്ത് അകത്ത് കോപ്പി ചെയ്യുക. പിന്നെ ഷെയ്ഡിങ് കാര്യങ്ങളും കൂടുതൽ കൊടുക്കുക, കുറവ് വേണ്ടത് കുറവ് കൊടുക്കുക. പിന്നെ ഹൈലൈറ്റ് എടുത്ത ഭാഗങ്ങൾ കറക്റ്റ് ഇതാക്കി എടുക്കുക. അത്ര സെറ്റപ്പ് ആക്കാനുള്ളൂ. നമ്മൾ തന്നിരിക്കുന്ന ഫോട്ടോ കറക്റ്റ് നോക്കുക, എന്നിട്ട് വരയ്ക്കുക, സെറ്റാക്കി എടുക്കുക. അത്രയുള്ള മെയിൻ പരിപാടി. ഗൈസ്, അപ്പോൾ ഞാൻ അടുത്ത് വരയ്ക്കാൻ പോകുന്ന ഡ്രസ്സും കാര്യങ്ങളാണ്. ഡ്രസ്സ്, ബാക്കി ഓർണമെൻറ്റ്സ്, അതൊക്കെ നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതൊന്നും നോക്കി കറക്റ്റ് വരച്ച് സെറ്റാക്കി എടുക്കുക, അത്രയുള്ള പരിപാടി. അപ്പോൾ അതാണ് ഫൈനൽ വരച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഹൈലൈറ്റ് ഇടുന്ന ഭാഗങ്ങൾ ഒന്നില്ലെങ്കിൽ റബ്ബർ കൊണ്ട് മായ്ക്കാം, അല്ലെങ്കിൽ അതുപോലെ വൈറ്റ് പെൻസിൽ വാങ്ങാൻ കിട്ടും. ആ വൈറ്റ് പെൻസിൽ കൊണ്ട് നോക്കിയിട്ട് അങ്ങനെ മായ്ച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് പെൻസിൽ എടുത്തേക്കുന്നത്, കാരണം കുറച്ച് ഡാർക്ക് കൂട്ടി കൊടുത്തുകൊണ്ട് ഈ 10B അതുപോലെ 12B ഒക്കെ എടുത്തുകൊണ്ട് ഡാർക്ക് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഡാർക്കിൻ്റെ പൊക്കത്തൂടെ നമ്മൾ ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സെറ്റാക്കി കിട്ടും. ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഫൈനലായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു കറുത്ത ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാർക്കോൾ പൗഡർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ പെൻസിലിൻ്റെ പൊടി, ആ പൊടി എടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് നമ്മളൊരു ബ്രഷും കൂടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഷെയ്ഡ് ചെയ്തിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കാക്കി എടുക്കണം. അതൊക്കെ നമ്മുടെ ഫോട്ടോയിൽ കുറച്ചൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ ഫോട്ടോൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കൂടിയേക്കോ. അപ്പോൾ ഇതേപോലെ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മുഖ്യമാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.